Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916. മഴ ശക്തമായതോടെ മൂവാറ്റുപുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. 6ഓളം ക്യാമ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 140ഓളം ആളുകളാണ് നിലവിൽ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത്. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതും മഴ ശക്തമായതോടെയും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയിൽ നഗരസഭയിലെ വിവിധ വാർഡുകളിലും ഇലാഹിയ നഗർ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്നാണ് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. വാഴപ്പിള്ളി JB സ്കൂൾ, ടൗൺ UP സ്കൂൾ, മാറാടി UP സ്കൂൾ, കടാതി NSS കരയോഗം, കടാതി സൺഡേ സ്കൂൾ, കാവുങ്കര വനിതാ സെന്റർ, കുര്യന്മല കമ്മ്യൂണിറ്റി സെന്റർ, ലൊറേറ്റ ആശ്രമം എന്നിവിടങ്ങളിലായി 6ഓളം ക്യാമ്പുകളാണ് നിലവിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 140ഓളം ആളുകളാണ് നിലവിൽ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത്. ഡണ്ടാർ കവളക്കുഴിയിലെ 4ഓളം വീടുകളിലും വെള്ളം കയറി. വെള്ളം കയറിയ വീടുകളിലെ ആളുകളെ ക്യാമ്പിലേക്ക് സുരക്ഷിതമായി മാറ്റിയതായി നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പറഞ്ഞു. ഇത്തവണ നഗരസഭ ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി കൂടുകയും RDOയും ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ MLAയും ഉൾപ്പെടെ നഗരസഭ രാവിലെ തന്നെ മീറ്റിംഗ് കൂടിയിരുന്നു. അതിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി എല്ലാ 3 വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള ആളുകളെ, തഹസീൽദാർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും സംയുക്തമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി കൂടുകയും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുകയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ നിലവിൽ നടന്നു വരുന്നു. നഗരസഭ സജീവമായി തന്നെ ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പം ജനങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ സമയത്ത് ഭയമോ ഒന്നുമല്ല, ആശങ്കയോ ഒന്നുമല്ല വേണ്ടത്. നമ്മൾ ജാഗരൂകരായിരിക്കുക. എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൃത്യമായി അറിയിക്കുക. 24 മണിക്കൂറും സജീവമായി തന്നെ നഗരസഭയുടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉണ്ടാകും. നിലവിൽ 5 ക്യാമ്പുകളാണ് നമ്മൾ തുറന്നിരിക്കുന്നത്. JB സ്കൂൾ, ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഉൾപ്പെടെ, ഇവിടെ വനിതാ സെന്റർ ഉൾപ്പെടെയുള്ളത്, പിന്നെ ഈസ്റ്റ് ഹൈസ്കൂൾ ഉൾപ്പെടെ ഉള്ള ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ക്യാമ്പുകൾക്കെല്ലാം സജീവമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം ഉൾപ്പെടെ. ഇനി അതുകൂടാതെ കണ്ട് നമ്മളൊരു അടിയന്തര ആയിട്ടൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഷീ ലോഡ്ജ്, ഉദ്യോഗസ്ഥർ സ്റ്റേ ചെയ്യേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഷീ ലോഡ്ജ് ഇന്ന് മുതൽ നമ്മൾ അതിന്റെ എല്ലാ റെക്ടിഫിക്കേഷൻ രാവിലെ തന്നെ അത് ചെയ്തു കഴിഞ്ഞു. അതും തുറന്നു കൊടുക്കുന്നതായിരിക്കും. നഗരസഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള എല്ലാ അടിയന്തര സൗകര്യങ്ങളും ക്യാമ്പുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കടാതി സൺഡേ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ 8 പുരുഷന്മാരും 9 സ്ത്രീകളും 2 കുട്ടികളുമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.